പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം വൈകിയതിനെതിരെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് CBIയുടെ അന്വേഷണ പരിധിയിലാണല്ലോ ഇപ്പോൾ ഈ കേസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ CBI ഇന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശിന്റെ മൊഴിയും രേഖപ്പെടുത്തും. കാരണം ചൊവ്വാഴ്ചയാണ് സമയമായി നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് മൊഴി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മറ്റൊന്ന് മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ED സമൻസിനെതിരായി തോമസ് ഐസക്കിന്റെ കിഫ്ബിയുടെ ഹർജികളുണ്ട്. ഹൈക്കോടതിയിൽ ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. കോടതി ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ EDക്ക് കഴിഞ്ഞ തവണ കോടതി നിർദ്ദേശം നൽകിയിരുന്നതുമാണ്. എന്തായാലും ഇന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഇവ രണ്ടുമാണ്. കിരണിലേക്ക് എത്താം. കിരൺ, ഗുഡ് മോർണിംഗ്. രണ്ട് വാർത്തകൾ. അതിൽ ഒന്നാമത്തേത്, ഈ സിദ്ധാർത്ഥന്റെ അച്ഛന്റെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഒപ്പം ജയപ്രകാശിന്റെ മൊഴിയും ഇന്ന് CBI രേഖപ്പെടുത്താനിരിക്കുകയാണ്. അനു, ഗുഡ് മോർണിംഗ്. നേരത്തെ ഈ പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ജയപ്രകാശ് നൽകിയിട്ടുള്ള ഹർജിയാണ് ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കുന്നത്. CBI അന്വേഷണം വൈകിക്കുന്നു എന്ന ആരോപണമായിരുന്നു ജയപ്രകാശ് അദ്ദേഹത്തിൻ്റെ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വിശദീകരണം നേരത്തെ കേന്ദ്ര സർക്കാരിനോട് കോടതി ആരാഞ്ഞിരുന്നു. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CBI അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം CBI സംഘം തിരുവനന്തപുരത്തെത്തുകയും ഇതിൻ്റെ പ്രാരംഭ നടപടികളിലേക്കെല്ലാം തന്നെ കടന്ന ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് കോടതിയിൽ CBI വ്യക്തമാക്കും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് ഈ ഹർജി അത് തീർപ്പാക്കാൻ തന്നെയാണ് പ്രധാനമായിട്ടുമുള്ള ഒരു സാധ്യത കാണുന്നത്.